ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചീക്കിലോട് സ്റ്റേഡിയം നിർമ്മാണം 7 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള ബിജെപിയുടെ അടുത്ത എൻട്രി ആയിരിക്കുമെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ. സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾക്കെതിരെയും രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് കരിക്കാംകുളം പ്രദേശവാസികൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ISM. നവരാത്രി ഭക്തി നിറവിൽ തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ ബൊമ്മക്കൊലു. വന്യജീവി വാരാഘോഷങ്ങൾക്ക് ദർശനം ഗ്രന്ഥശാലയിൽ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെട്ട ചീക്കിലോട് സ്റ്റേഡിയം നിർമ്മാണം 7 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇതു സംബന്ധിച്ച ആലോചനാ യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കാൻ ലക്ഷ്യമിട്ട് കായിക യുവജനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി. പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ ചീക്കിലോട് നിർമ്മിക്കുന്ന പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മണ്ഡലം MLA കൂടിയായ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇതിനകം ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് 1 മാസത്തിനകം എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതികാനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയും 6 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ 50 ലക്ഷവും അടക്കം 1 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുക. സ്റ്റേഡിയത്തിന്റെ കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ പ്രവർത്തികൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ നന്മണ്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുണ്ടൂർ ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം N സ്മിത എന്നിവരും പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള ബിജെപിയുടെ അടുത്ത എൻട്രി ആയിരിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും 3 പേർ എഴുതി തയ്യാറാക്കിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിന് കൊടുക്കും. അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയാകും. ബാക്കി എല്ലാവരും ചേർന്ന് അവിടെ പോയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇത് ഞങ്ങളുടെ കേരളം നിയമസഭയിലെ ആദ്യത്തെ, അതായത് O രാജഗോപാൽജിക്ക് ശേഷമുള്ള ഒരു എൻട്രി ആയിരിക്കും. ആ എൻട്രി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രവർത്തന ശേഷിയുള്ള ഒരു BJPയുടെ MLA കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് അതികഠിനമായിട്ടുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്ത്. സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കരിക്കാംകുളം പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരിക്കാംകുളം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം അവസാനിപ്പിക്കുക, ജനങ്ങളെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കുക, പൊതുസ്ഥലത്തെ പരസ്യമായ മദ്യപാനം നിരോധിക്കുക, പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിക്കാംകുളത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കോർപ്പറേഷൻ കൗൺസിലർ നിഖിൽ അധ്യക്ഷത വഹിച്ച പരിപാടി KC ശോഭിത ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും
ഇതിന് എല്ലാ സംഘടനകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും KC ശോഭിത പറഞ്ഞു. ഈ ഒരു കൂട്ടായ്മ ഈ രീതിയിൽ ശക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇവിടെയുള്ള ഇത്തരം ആളുകൾക്കൊന്നും യാതൊരു നിലനിൽപ്പും ഉണ്ടാവില്ല. അതിന് എനിക്കിവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ്, അല്ലേ? എന്നെ പോലെയുള്ള അമ്മമാരെയാണ്, ഉമ്മമാരെയാണ്. നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മക്കളെ കുറിച്ചാണ്. അങ്ങനെയുള്ള നമ്മുടെ മക്കൾക്ക് നടന്നു പോവാൻ പറ്റാത്ത രീതിയിൽ, അല്ലെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സഹോദരങ്ങൾക്ക് നടന്നു പോവാൻ പറ്റാത്ത രീതിയിലേക്ക് കരിക്കാങ്കുളത്തിനെ നമുക്ക് വിടാൻ പറ്റില്ല. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ്. അവിടെ നമ്മൾ ശക്തിയുക്തം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ അത്തരം ആളുകളെ നേരിടാൻ നമുക്ക് പുറത്തു നിന്ന് ഒരു ശക്തിയുടെ ആവശ്യമില്ല. വാർഡ് കൗൺസിലർമാരായ വരുൺ ഭാസ്കർ, രാജേഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അജയ് പാൽ, ജമാൽ, ബിനീഷ് കുമാർ, സക്കീർ ഹുസൈൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഷാനവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ ഹനീഫ ഹാജി, മാമുക്കോയ TP, പ്രേംചന്ദ് വള്ളിൽ, അനിൽകുമാർ അമ്പാടി, അനിൽകുമാർ വെള്ളിലാട്ട്, വിശ്വൻ ചിറ്റടത്ത്, മനോജ് കുമാർ, നജീബ് മാളിയേക്കൽ തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമിഴ് ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നവരാത്രി കാലത്തെ ബൊമ്മക്കൊലു. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ നവരാത്രി മണ്ഡപത്തിലൊരുക്കിയ ബൊമ്മക്കൊലു. കൊലു കാഴ്ചകളിലേക്ക്. ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ദേവതകളുടെ രൂപസാദൃശ്യമുള്ള ബൊമ്മകളെ 11 പടികളിലായി അലങ്കരിച്ച് വെക്കുന്നത്. വലിയ ബൊമ്മകളാണ് ഇത്തവണത്തെ ബൊമ്മക്കൊലുവിലെ സവിശേഷത. ദുർഗ, ലക്ഷ്മി, സരസ്വതി, ശമയപുരം മാരിയമ്മൻ, കാഞ്ചി കാമാക്ഷിയമ്മൻ, ഗായത്രി ദേവി, കുംഭകർണൻ, ഗജേന്ദ്രമോക്ഷം, ഭീമൻ ഗർവമടക്കുന്ന രൂപം, ശബരിമല, അഷ്ടലക്ഷ്മി, മായക്കണ്ണാടി, ദശാവതാരം, വളകാപ്പ് സെറ്റ്, ഗോവർദ്ധനം, മീനാക്ഷി കല്യാണം, ലക്ഷ്മി കുബേരൻ, വിശ്വരൂപം, അർജുനൻ, ഗുരുവായൂരപ്പൻ, വെങ്കിടാചലപതി, കൃഷ്ണൻ, രാധ, പാണ്ഡുരംഗൻ തുടങ്ങിയ വലിയ സൗന്ദര്യമുള്ള ബൊമ്മകൾ കൊലുപടികളെ മനോഹരമാക്കുന്നു. വിവിധ ഇനം നിത്യോപയോഗ ഉപകരണങ്ങളുടെ മാതൃകകൾ, പച്ചക്കറി രൂപങ്ങൾ തുടങ്ങിയവയും കൊലുപടികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കല്യാണ സെറ്റിന്റെ രൂപങ്ങളും ബൊമ്മക്കൊലുവിൽ കാണാം. ഭക്തർക്ക് ബൊമ്മക്കൊലു സന്ദർശിക്കുവാനും എല്ലാ ദിവസവും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വന്യജീവി വാരാഘോഷത്തിന് ദർശനം ഗ്രന്ഥശാലയിൽ തുടക്കമായി. പശുക്കിടാവിന് പുല്ല് നൽകി ശാസ്ത്രജ്ഞൻ നവീൻ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ പരിപാടികളാണ് വാരാചരണത്തിൽ നടക്കുക. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വന്യജീവി വാരാഘോഷം പരിണാമ ജീവശാസ്ത്ര റിസർച്ച് സ്കോളർ നവീൻ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥശാലയിലെ CP അബൂബക്കർ ഹാജി സെന്റർ ഫോർ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചറൽ അങ്കണത്തിൽ 26 മാസം പ്രായമുള്ള കുള്ളൻ കിടാവിന് പച്ചപ്പുല്ല് നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉടമ മിനി ജോസഫ്, PS സെൽവരാജ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം PK ശാലിനി എന്നിവർ നേതൃത്വം നൽകി. പറമ്പിക്കുളം ടൈഗർ റിസർവ് മുൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ NM ബാബു അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ISM അധ്യാപക സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് നടത്തിയ ടേബിൾ ടോക്ക് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12-ന് MSM സംസ്ഥാന സമിതി മഞ്ചേരിയിൽ വെച്ച് നടത്തുന്ന അധ്യാപക സമ്മേളനത്തോടനുബന്ധിച്ച് കോഴിക്കോട് സൗത്ത് ജില്ലാ കമ്മിറ്റി പുതിയ കാലത്തെ അധ്യാപനം വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വിഭവങ്ങളുടെ അസന്തുലിത വിതരണത്തിനിരകളാണ് മലബാറിലെ വിദ്യാർത്ഥികളെന്നും താൽക്കാലിക പരിഹാരത്തിനുപരിയായി മലബാറിലെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ടേബിൾ ടോക്കിൽ ആവശ്യമുയർന്നു. സമൂഹത്തിന്റെ ധാർമ്മികവും സാംസ്കാരികവുമായ മുന്നേറ്റത്തിൽ അധ്യാപകരുടെ പങ്ക് മഹത്തരമാണെന്ന് ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു. ISM ജില്ലാ പ്രസിഡന്റ് ജുനൈദ് സലഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സുലാഹി പ്രമേയ അവതരണം നടത്തി. മുഹമ്മദ് അമീർ, അബ്ദുൾ റഹ്മാൻ, പ്രൊഫസർ ബഷീർ അഹമ്മദ്, സാജിദ് KP, PP ഫിറോസ്, അബ്ദുൾ റഷീദ് അൽ ഖാസിമി, ഹാഫിസ് റഹ്മാൻ മദനി, ഷിയാസ്, സെയ്ദു മുഹമ്മദ് കുരുവട്ടൂർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നൃത്തസബരിയിൽ 60 വർഷം പൂർത്തിയാക്കുന്ന അധ്യാപിക ശ്യാമളയ്ക്ക് സുഹൃത്തുക്കളും ശിഷ്യരും ചേർന്ന് ആദരമൊരുക്കുന്നു. ശ്യാമളം 2024 ഗുരുവന്ദനം എന്ന പരിപാടി ഒക്ടോബർ 6-ന് കോഴിക്കോട്ട് അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. ഒരു തലതൊട്ടമ്മ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ടീച്ചറാണ്. ശ്യാമള ടീച്ചർ എടുത്താണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ഒരു ക്വാളിറ്റിയിൽ ഉണ്ടാവും എന്നുള്ള അന്ന് എല്ലാവർക്കും അത് അറിയായിരുന്നു. അതൊരു എന്താ പറയാ, ഒരു പ്രൂവൺ ഇതായിരുന്നു, ഫാക്റ്റ് ആയിരുന്നു. അത് അന്ന് എല്ലാവരും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ശ്യാമളം 2024 ഗുരുവന്ദനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറുക. ടീച്ചറുടെ ശിഷ്യരും സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കുന്ന പരിപാടി പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന മോഹിനിയാട്ടം ശില്പശാലയ്ക്ക് ടീച്ചറുടെ ശിഷ്യയും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ സുമിത നായർ നേതൃത്വം നൽകും. പരിപാടിയിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. പരിപാടിയുടെ ഭാഗമായി ശിഷ്യർ അവതരിപ്പിക്കുന്ന നൃത്താർച്ചനയും പ്രശസ്ത പിന്നണി ഗായകൻ അജയ് ഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നും ഉണ്ടാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BSNL സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഫറോക്ക് ടൗണിൽ ബൈക്ക് റാലി നടത്തി. ഫറോക്ക് CI ശ്രീജിത്ത് TS ഉദ്ഘാടനം ചെയ്തു. രാജ്യ പുരോഗതിക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. BSNL സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഫറോക്ക് ടൗണിൽ വെച്ച് നടത്തുന്ന ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഫറോക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് TS ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശീയമായ ഈ കണക്ഷൻ എന്തുകൊണ്ടും നിലനിർത്തി വളരെ നമുക്ക് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കേണ്ടത് നമ്മുടെ രാജ്യ പുരോഗതിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് പുതിയ പ്ലാനുകൾ വന്ന് ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും സമയത്തോടുകൂടി DGM ദീപ P.യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ DGM ഷജിത് കുമാർ, DGM മോഹന, ക്ലസ്റ്റർ ഹെഡ് മിസ്റ്റർ ബിജു KK തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഫ്രാഞ്ചൈസികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. പൊതുജനങ്ങൾക്കായി മത്സരങ്ങൾ നടത്തി. സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ആരംഭിച്ച പരിപാടി ജീവനക്കാരുടെ കലാപരിപാടികളോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കലയും സാഹിത്യ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഗാനരചയിതാവ് രമേശ് കാവിൽ. അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം ഗ്യാല 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയും സാഹിത്യവും പോഷിപ്പിക്കപ്പെടേണ്ടത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യ ഘടകമാണെന്ന് എഴുത്തുകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ രമേശ് കാവിൽ പറഞ്ഞു. അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഗാല 2024 ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ നന്മയുള്ളവരായി വളരാൻ അവരിൽ കലാ അഭിരുചി ഉണർത്തേണ്ടതുണ്ടെന്നും സ്കൂൾ കലോത്സവങ്ങൾ അതിനുള്ള വേദികളാണെന്നും രമേശ് കാവിൽ പറഞ്ഞു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് സന്ദീപ് നാലുപുരയ്ക്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ഷീബ രാമചന്ദ്രൻ, മദർ PTA പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ശാന്തിമ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KK മീന, ഹെഡ് മിസ്ട്രസ് സുനു പ്രവീൺ, VHSC പ്രിൻസിപ്പൽ KK ഫൈസൽ, സീനിയർ അസിസ്റ്റന്റ് KM മണി, സ്റ്റാഫ് സെക്രട്ടറി ജാസ്മിൻ ക്രിസ്റ്റാബൽ, കലോത്സവം കൺവീനർ TV ശശി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷിരൂരിൽ മരണപ്പെട്ട അർജുന്റെ ലോറി ഉടമ മനാഫിനെ കളത്തിങ്ങൽ കുടുംബസമിതി ആദരിച്ചു. അംഗങ്ങൾ പൊന്നാടയണിയിച്ച് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. മനാഫ് മറുപടി പ്രസംഗം നടത്തി. ഷിരൂർ അർജുൻ ദൗത്യത്തിൽ നിർണായക സാന്നിധ്യമായ മനാഫിന് കളത്തിങ്കൽ കുടുംബസമിതി ആദരമൊരുക്കി. അരക്കിണറിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി KM ഹനീഫ ആമുഖ പ്രസംഗം നടത്തി. സെക്രട്ടറി CV ഫൈസൽ, അഡ്വക്കേറ്റ് ബീരാൻ കോയ, സൈദുട്ടി ഹാജി എന്നിവർ സംസാരിച്ചു. ലത്തീഫ് മനാഫിനെ ഷോൾ അണിയിച്ചു. സൈദുട്ടി ഹാജി, അബൂബക്കർ CK എന്നിവർ മൊമെന്റോ നൽകി. യൂത്ത് വിങ്ങിന് വേണ്ടി റിയാസ്, ജാഫർ, ഇല്യാസ്, അസ്ലം, അർഷാദ് എന്നിവരും വനിതാ വിഭാഗത്തിന് വേണ്ടി സൈഫുന്നീസയും മനാഫിന് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. നമ്മൾ ചെയ്തതിന് ഒരാള് തള്ളി പറഞ്ഞോട്ടെ, നമ്മൾ പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്ന, നമുക്ക് ഒരു ഏക ഇലാഹിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ ഇവിടുന്ന് ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ട് എല്ലാവരും ആരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമുക്ക് നമ്മളെ ഉസ്താദന്മാരും മാതാപിതാക്കളും പഠിപ്പിച്ചു തന്ന മാതിരി നമ്മൾ ആഖിറത്തിലെത്തിയിട്ടുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് വിപരീതമായിട്ട് ചില ആളുകൾ അവരെ ഒരു എന്താ പറയുക മോശം രീതിയിൽ അവരെ എഴുതിയിട്ട് ദ്രോഹിക്കുന്നത് അത് തെറ്റാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ ആരെയും വേദനിപ്പിക്കരുത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഉത്തമ മാതൃകയായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം. താനൂർ തണൽ പ്രതിനിധി മുസ്തഫ, തിരൂർ സ്നേഹ കാരുണ്യ ചാരിറ്റി ട്രസ്റ്റ് പ്രതിനിധി ലത്തീഫ്, DDRF തിരൂരിനു വേണ്ടി സുഹറ, കോയമോൻ ഹാജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ആർട്ട് ഓഫ് ലിവിംഗ് വൈദിക് ധർമ്മ സംസ്ഥാന്റെ മലബാറിലെ നവരാത്രി ഉത്സവം ഒക്ടോബർ 8 മുതൽ 10 വരെ മൂടാടി ആശ്രമത്തിൽ നടത്തും. ബംഗളൂരു ആശ്രമത്തിൽ ശ്രീ രവിശങ്കർ പൂജകൾക്ക് നേതൃത്വം നൽകും. അതേ സമയത്തു തന്നെ മൂടാടിയിലും പൂജകളും ചടങ്ങുകളും നടക്കും. വൈദിക് ധർമ്മ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ശ്രീ രവിശങ്കർജിയുടെ നിർദ്ദേശപ്രകാരം സ്വാമി ചിദാകാശജിയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. കാരണം ഈ കാലഘട്ടങ്ങളിലും ഇത്തരം പൂജകളും ഹോമങ്ങളും യാഗങ്ങളും നടത്തുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു കോസ്മിക് മാനേജ്മെന്റ് ആണ്. നമ്മുടെ ശരീരം മനസ്സും നമ്മുടെ ചുറ്റുള്ള സട്ടിൽ ഫോമിലുള്ള എനർജി ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴാണോ നമ്മുടെ ചാർജ് കുറഞ്ഞു പോകുന്നത് ആ സമയത്ത് നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങളും നമ്മുടെ കർമ്മത്തിലും എല്ലാ രീതിയിലും അത് റിഫ്ലക്റ്റഡ് ആവാൻ തുടങ്ങും. മൂടാടി ആശ്രമത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് സ്വാമി ചിദാകാശ മുഖ്യ കാർമ്മികത്വം വഹിക്കും.
ഒക്ടോബർ 8 രാവിലെ 8 മണിക്ക് സംവിധായകൻ രാമസിംഹൻ ഉദ്ഘാടനം ചെയ്യും. 8:30 മഹാഗണപതി പൂജ ആരംഭിക്കും. ഉച്ചയ്ക്ക് 12 വരെ നവഗ്രഹ ഹോമം, വാസ്തുഹോമം തുടങ്ങിയ പൂജകളും വൈകിട്ട് സുമേരു സന്ധ്യാഗായകൻ മുരുകദാസ് ചന്ദ്രൻ നയിക്കുന്ന സിദ്ധർ പാടൽ നടക്കും. 9 രാവിലെ 8 മണി മുതൽ 12 വരെ സമൂഹ സങ്കല്പ പൂജയും മഹാരുദ്രഹോമവും ദുർഗാ സപ്തശതി പാരായണവും നടത്തും. വൈകിട്ട് ശ്രീവിദ്യ അന്തർജനം, നീളാനാഥ് എന്നിവരുടെ നൃത്തസന്ധ്യ. 10 രാവിലെ 8:30 നവചണ്ഡികാ ഹോമവും പ്രസാദ വിതരണവും നടത്തുമെന്നും മൂടാടി ആശ്രമം അഡ്മിനിസ്ട്രേറ്റർ അനീഷ് ബാബു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റുമാർ കരിദിനം ആചരിച്ചു. LIC മാനേജ്മെന്റിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം. കേന്ദ്ര കമ്മിറ്റി അംഗം TK വിശ്വൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, LICAY സിന്ദാബാദ്, LICAY സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്. റീഫയലിംഗ് പേര് പറഞ്ഞ് LIC ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ച് മറ്റു പല ആനുകൂല്യങ്ങളും നിർത്തലാക്കിയ LIC മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് LIC എംപ്ലോയ്മെന്റ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ഡിവിഷനിലെ 25 LIC ബ്രാഞ്ചുകളിലും ഏജന്റുമാർ കരിദിനാചരണം നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ ബ്രാഞ്ചിൽ നടന്ന സമര പരിപാടി കേന്ദ്ര കമ്മിറ്റി അംഗം TK വിശ്വൻ ഉദ്ഘാടനം ചെയ്തു. P. വത്സകുമാർ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് M. ലേഖകൻ, U. സന്തോഷ്, ഷൈജു N എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചീക്കിലോട് സ്റ്റേഡിയം നിർമ്മാണം 7 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള BJPയുടെ അടുത്ത എൻട്രി ആയിരിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ. സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമങ്ങൾക്കെതിരെയും രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് കരിക്കാംകുളം പ്രദേശവാസികൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ISM. നവരാത്രി ഭക്തി നിറവിൽ തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ ബൊമ്മക്കൊലു. വന്യജീവി വാരാഘോഷങ്ങൾക്ക് ദർശനം ഗ്രന്ഥശാലയിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.